ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഗെയിൻ്റെ സെഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 11,487 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 11,536 അടുത്ത് വരെ ഹൈ പോയി. തുടർന്ന് 11,521.8 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇൻഡസ്ഇൻഡ് ബാങ്ക്, സിപ്ല, UPL, ആക്സിസ് ബാങ്ക്, എയർടെൽ ഇവരായിരുന്നു ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുമ്പോൾ നിഫ്റ്റി ബാങ്കും അതേ തുടർന്ന് ITO ഒക്കെ ആയിരുന്നു ഇന്നും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷായിട്ടുള്ള ഒരു ക്യാൻഡിലാണ് പ്ലോട്ടായിരിക്കുന്നത് ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. എന്നിരുന്നാലും അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ ഏകദേശം 11,570 ആ റേഞ്ചുകളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ് റിവേഴ്സിനുള്ളൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം. അടുത്തൊരു സപ്പോർട്ട് സോണുകളായിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം 11,390 ആ റേഞ്ചുകളാണ് നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകളായിട്ടും നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിലും ഒരു ബുള്ളിഷായിട്ടുള്ളൊരു ക്യാൻഡിലാണ് പ്ലോട്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 22,760 മുകളിലോട്ട് മാർക്കറ്റ് വരും ദിവസങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 22,020 റേഞ്ചുകളിലാണ് സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഞ്ചുകളൊക്കെ നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നാസ്ഡാക്കിൽ ഇന്നലെ US മാർക്കറ്റിൽ നോക്കുമ്പോൾ നാസ്ഡാക്കിൽ ഇന്നലെ നല്ലൊരു ഗെയിൻ ഉണ്ടായിരുന്നു. 129 പോയിൻറ്റ്സ് ഗെയിൻ ആയിരുന്നു നാസ്ഡാക്കിൽ റിപ്പോർട്ട് ചെയ്തത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലായിടത്തും തന്നെ ഒരു പോസിറ്റീവ് മൂഡാണ് കണ്ടുവരുന്നത്. FTSEയിൽ ഇപ്പോൾ 66 പോയിൻറ്റ്സ് ഗെയിനാണ് കാണുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഒരു മിക്സഡ് ട്രെൻഡ് കണ്ടുവരുന്നു. SGX നിഫ്റ്റി ബോർഡറിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഇടിവാണ് വന്നിരിക്കുന്നതെന്ന് 17 പൈസ ഇടിഞ്ഞ് 73.65 ഇന്ന് രൂപയുടെ മൂല്യം ട്രേഡ് ആയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിച്ചാൽ അവർ വീണ്ടും ഒരു പയ്യെ ഒരു പോസിറ്റീവ് മൂഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം 1,170 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ക്യാഷ് മാർക്കറ്റിൽ വന്നത്. ഇതോടുകൂടി ഇവരുടെ ഈ ഒരു സെപ്റ്റംബർ മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 1,056 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും 895 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ഇന്നും ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ സ്റ്റോക്കുകൾ കുറച്ച് അനാലിസിന് എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ. അപ്പോൾ അത് ആ ഒരു സപ്പോർട്ട് സോണുകളിൽ നിന്നതിന് ശേഷം നല്ലൊരു ബുള്ളിഷ് സൈഡിലേക്ക് സിഗ്നലുകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് തുടരുന്നതിനുള്ളൊരു സൂചനകൾ കാണുന്നുണ്ട്. ഇത് തുടരുകയാണെങ്കിൽ നമ്മൾക്ക് അടുത്തൊരു റാലി ഏകദേശം 372 വരെയുള്ള ഒരു റാലി മാർക്കറ്റിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ എക്സൈഡ് ഇൻഡസ്ട്രീസ് ഇവരുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലും നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സിഗ്നൽസാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. ഒരു കറക്ഷനൊക്കെ നടന്നതിന് ശേഷം സപ്പോർട്ട് സോണുകളിൽ നിന്ന് വീണ്ടും നല്ലൊരു റിവേഴ്സൽ കണ്ടുവരുന്നു. അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ നോക്കുകയാണെങ്കിൽ 169, അതേ തുടർന്ന് 178 ആ റേഞ്ചുകൾ വരെയുള്ള റാലികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാറ്റ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ മഹീന്ദ്ര ഫിനാൻസ് ഇവരുടെ സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു ബുള്ളിഷായിട്ടുള്ളൊരു റിവേഴ്സൽ കണ്ടുവരുന്നുണ്ട്, നല്ലൊരു റാലി. അപ്പോൾ അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 140, അതേ തുടർന്ന് 147 ഈ റേഞ്ചുകളിലാണ് നമ്മൾക്ക് അടുത്തൊരു റെസിസ്റ്റൻസുകൾ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ UPLനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവർ നല്ലൊരു പെർഫോമിംഗ് സ്റ്റോക്കുകളായിട്ട് കണ്ടുവരുന്നുണ്ട് നിഫ്റ്റിയിൽ. അപ്പോൾ അടുത്തൊരു ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ട്രേഡ് ആയിരിക്കുന്നത്. അപ്പോൾ 535, 534 ആ റേഞ്ചുകളിലാണ് അടുത്തൊരു റെസിസ്റ്റൻസ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ കുറച്ച് സ്റ്റോക്കുകൾ വിപ്രോയുടെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഡോജി പാറ്റേൺ ആണ് ഇന്ന് ഫോം ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു മൂവ് നമുക്കൊരു ഡയറക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. അപ്പോൾ ഇനി ഈ ഒരു ഡോജിയുടെ ഒരു ലോ ഏകദേശം 303 രൂപ അതിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ ഒരു റിവേഴ്സിനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല ഈ ഒരു ഡോജി പാറ്റേണിൻ്റെ ഹൈ ഏകദേശം 310, 311 ആ റേഞ്ചുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ് ട്രെൻഡിനുള്ള സൂചനകൾ നിലനിൽക്കുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഒരു ഡോജി പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു മൂവ് എങ്ങോട്ടേക്കാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഇതേ കേസ് തന്നെയാണ് ടെക് മഹീന്ദ്രൻ്റെ സ്റ്റോക്കിലും. ഇതിലും ഒരു ഡോജി പാറ്റേൺ ആണ് ഫോം ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലോ ഏകദേശം 774 മുകളിൽ താഴേക്ക് പോവുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡിനും അതുപോലെ തന്നെ 802 മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ ടെക് മഹീന്ദ്രയിൽ നിലനിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡാറ്റ ഒന്ന് വാച്ച് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലുള്ളൊരു വാർണിംഗ് ആണ് നമ്മൾക്കിപ്പോൾ കാണാനുള്ളത്. റിവേഴ്സൽ കൺഫർമേഷൻ ഇല്ല, ഒരു വാർണിംഗ് മാത്രമാണ്. ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് തുടർന്നതിന് ശേഷം ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു റിവേഴ്സലുള്ള സൂചനകൾ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമുക്ക് അടുത്ത ദിവസം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ഏകദേശം 146 താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മൾക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം.
അതല്ല ഇത് അടുത്ത ദിവസം ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാർണിംഗ് നെഗേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മണപ്പുറത്തിൻ്റെ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു ഡോജി പാറ്റേണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേണിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേണാണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചുകളിൽ ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺസാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. നമുക്കൊരു ഡയറക്ഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഇത് റിവേഴ്സലിൻ്റെ പാറ്റേൺസ് തന്നെയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലുകളൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ LICൻ്റെ IPO നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട വാർത്തകളായിരുന്നു. LICൻ്റെ IPO ഈ ഒരു വർഷം മാർക്കറ്റിൽ വരാൻ പോകുന്നു. പക്ഷേ ഇന്ന് എക്കണോമിക് ടൈംസിൽ വന്നൊരു റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ആ ഒരു റിപ്പോർട്ടുകളിൽ കാണുന്നത് ഈ ഒരു വർഷം LICൻ്റെ IPO വരാൻ സാധ്യതകൾ കുറവാണ്. കാരണം IPO പ്രോസസ്സുകളെല്ലാം ഡിലേ ആയിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു റിപ്പോർട്ടുകൾ മാത്രമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഈ ന്യൂസിലൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഓർഡറുകൾ വിൻ ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിന് ഏകദേശം 5100 വീൽസിൻ്റെ ഓർഡറുകൾ യൂറോപ്യൻ കാരവാൻ ട്രെയിലർ മാർക്കറ്റിൽ നിന്ന് വിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വർത്ത് നോക്കുകയാണെങ്കിൽ 45,000 യൂറോസ് വർത്ത് ചെയ്യുന്ന ഓർഡറുകളെന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് ഗായത്രി പ്രൊജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഉത്തർപ്രദേശിലുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ L1 ബിഡറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വർത്ത് നോക്കുകയാണെങ്കിൽ 196 കോടിയാണെന്നാണ് അനൗൺസ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ക്യാംസ് അവർ IPO ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസ്, അതായത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെയൊക്കെ ലാർജസ്റ്റ് രജിസ്ട്രാർ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഏജൻറ്റുകളാണ് ഇവർ. അപ്പോൾ ഇവർ സെപ്റ്റംബർ 21-ാം തീയതിയാണ് IPO വിൻഡോ ഓപ്പൺ ആക്കാൻ പോകുന്നത്. 21 മുതൽ 23-ാം തീയതി വരെ ആയിരിക്കും ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഈ ഒരു ക്യാംസിൽ ഏകദേശം 37% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ എൻ്റയർ സ്റ്റേക്കും ഓഫർ ഫോർ സെയിലിൽ ഈ ഒരു IPOയിൽ ഓഫർ ഫോർ സെയിലിൽ വെക്കാൻ പോകുന്നു എന്നുമാണ് അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. ഈ ഒരു ഇഷ്യൂ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1250 രൂപ പെർ ഷെയറിലായിരിക്കണം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കൺഫർമേഷൻ ഇല്ല. അപ്പോൾ വന്ന റിപ്പോർട്ടുകളിൽ ഇത് 1250 ആയിരിക്കാം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലോട്ട് സൈസ് 12 ഷെയർസ് പെർ ലോട്ട്, മിനിമം 12 ഷെയർ വാങ്ങണം എന്ന രീതിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ RHP ഫയലിൽ കാണാൻ സാധിക്കും, ഇവരുടെ ഡാറ്റകളൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെബിയുടെ വെബ്സൈറ്റിൽ നിന്നും ഇവരുടെ RHP ഫയൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇനി അടുത്തായിട്ട് Q1 റിസൾട്ട്സ് എന്ന കമ്പനികളിലേക്ക് വരുമ്പോൾ സ്പൈസ് ജെറ്റ് ഏകദേശം 593 കോടിയുടെ നെറ്റ് ലോസ് ആണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 261 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു റവന്യൂവിലും അതുപോലെ തന്നെ നല്ല ലോസ് വരാനും കാരണമായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ റിലാക്സേഷനൊക്കെ കൂടുതൽ വരുന്നതോടുകൂടി ഇപ്പോഴുള്ള സിറ്റുവേഷനൊക്കെ ഇമ്പ്രൂവ് ആകും എന്ന രീതിയിലും അനൗൺസ്മെൻറ്റുകളിൽ പറയുന്നു. അടുത്തായിട്ട് PVRനെ സംബന്ധിച്ചിടത്തോളം റവന്യൂവിൽ 98% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അതുപോലെ തന്നെ 225.6 കോടിയുടെ നെറ്റ് ലോസ് ആണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിഡയിലും 115 കോടിയുടെ ഒരു നെറ്റ് ലോസ് ഉണ്ടായതായിട്ടും കാണിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഇവരുടെ ഓപ്പറേഷൻസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ എല്ലാം അവർക്ക് സാധിക്കുമെന്ന രീതിയിലാണ് മാനേജ്മെൻറ്റ് കമൻട്രിയിലും പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 15.6% ഡിക്ലൈനും 208 കോടിയുടെ ഒരു നെറ്റ് ലോസുമാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും അവരുടെ ഫാർമസി ബിസിനസ്സിൽ നോക്കുമ്പോൾ റവന്യൂവിൽ 21% വർധനവുണ്ടായി എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറയുന്നു. അടുത്തായിട്ട് ITIൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ റവന്യൂവിൽ 2.5% വർധനവും, എന്നിരുന്നാലും നെറ്റ് ലോസ് നോക്കുമ്പോൾ 102 കോടിയുടെ ഒരു നെറ്റ് ലോസാണ് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് അവർക്ക് 61 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അടുത്തായിട്ട് JB കെമിക്കൽസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 19.2% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 2 മടങ്ങിലധികം വർധനവ് ഉണ്ടായി എന്ന രീതിയിലും അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി റെയ്ഡ്കോ ഖെയ്താൻ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലഡ്ജ് ചെയ്ത ഷെയർസ് എല്ലാം തന്നെ അതിനുള്ള ലോണൊക്കെ റീപേ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് പ്ലഡ്ജ് ഷെയർസ് ഇല്ല എന്ന രീതിയിൽ അപ്ഡേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നല്ലൊരു ന്യൂസിനെ തുടർന്നായിരുന്നു ഇന്ന് നല്ലൊരു റാലി ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. അടുത്തായിട്ട് ADF ഫുഡ്സിലേക്ക് വരുമ്പോൾ ആശിഷ് കച്ചോളിയ അദ്ദേഹം ഏകദേശം 0.74% സ്റ്റേക്ക് ഈ ഒരു ADF ഫുഡ്സിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് ക്രോംപ്ടൺ ഗ്രീവ്സിലേക്ക് നോക്കുമ്പോൾ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട്. ഏകദേശം 79 കോടി വർത്ത് ചെയ്യുന്ന ഷെയറുകളുടെ ഒരു ലാർജ് ട്രേഡാണ് BSEയിൽ നടന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് കാണുന്നത്. കാരണം അതിനുശേഷം ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ന്യൂസുകളൊക്കെ വെച്ച് ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ IPOനെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇവരുടെ ഒരു ബേസിക് ഡാറ്റകളെല്ലാം തന്നെ മണി കൺട്രോളിലൊക്കെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർച്ച് ഫയലൊക്കെ സെബിയുടെ വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഇവർ മാത്രമല്ല വേറൊരു IPO കൂടെ വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിലും തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.